റബ്ബിന് മാത്രമുള്ള ഗുണങ്ങളാണ് ഈ പകുത്തു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായമുണ്ട്, മൗലവിമാരെ നിങ്ങൾക്ക് അവിടെയാണ് പിഴച്ചത്. ഞങ്ങൾക്ക് ഈ വിശ്വാസമൊക്കെ ഉണ്ട് എന്നുള്ളത് നേരാണ്, പക്ഷേ അതിൻ്റെ പുറമേ ഞങ്ങൾക്ക് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. അതെന്താണ്? ഞങ്ങൾ ഈ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരെന്ന് പറയപ്പെടുന്നവരുടെ കഴിവുകളൊന്നും അവർക്ക് സ്വന്തമായി ഉണ്ടായതല്ല, അള്ള കൊടുത്തതാണ്. അപ്പൊ അള്ള കൊടുത്തതാണ് എന്ന് കൂടി കൂട്ടിച്ചേർത്താ പിന്നെ ഒരു കുഴപ്പവും ആ പ്രാർത്ഥനക്കോ ആ സഹായത്തേട്ടത്തിനോ ഇല്ല. ഇതാ അവര് പറയുന്നത്. ശരിയല്ലേ? വളരെ ലളിതമായി ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതാണ് അവർ പറയുന്നത്. എന്താ അവരുടെ വിശ്വാസം? ഞങ്ങൾ മൊയ്‌ദീൻ ശൈഖയെ രക്ഷിക്കണേ, മടവൂരെ കാക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്താണ്? അവർ ഞങ്ങളെ എവിടുന്ന് വിളിച്ചാലും കേൾക്കും, കാണും, അറിയും. ഞങ്ങളുടെ ഹൃദയം പോലും കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. മുഹീദ്ദീൻ മാലയിൽ മുഹീദ്ദീൻ ശൈഖിനെ അങ്ങനെയാ അവർ പ്രശംസിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയം പോലും കാണാൻ കഴിയും, ഞങ്ങൾ എപ്പോഴും അവർ ഞങ്ങളെ കാണുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ അവർ പറയും അതൊന്നും ശൈഖിന്റെ സ്വന്തം കഴിവല്ല, അള്ള കൊടുത്തതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നിന്ന് ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ പോയിന്റ് ശരിയാണോ? മഹാന്മാരായ പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നത് അള്ളാഹുവിന്റെ കഴിവുകളൊക്കെ മറ്റുള്ളവർക്കും ഉണ്ട്, പക്ഷെ അത് സ്വന്തമാണെന്ന് വിശ്വസിക്കാഞ്ഞാൽ മതി. അള്ള കൊടുത്തതാണെന്ന് കരുതിയാൽ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് തേടിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? വദ്ദിനെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, സുവാഴി, യഗൂസ്, യഊഖ് തുടങ്ങിയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, നൂഹ് നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് നിങ്ങൾ ഇവരോടൊന്നും തേടരുതെന്ന് പറഞ്ഞപ്പോൾ അള്ള കൊടുത്ത കഴിവുകൊണ്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ തേടിക്കോളൂ എന്ന് ഒരു ഓപ്ഷൻ, എന്ന് ഒരു പ്രത്യേകമായ കാര്യം അവരോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലുണ്ടോ? സഹീഹായ ഹദീസുകളിലുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ ചിന്തിക്കും സഹോദരങ്ങളെ.